4 കാര്യങ്ങൾ ഭയങ്കരമായിരിക്കുന്ന വിജയങ്ങളിൽപ്പെട്ടതാണെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരാൾക്ക് പണമുള്ളത് കൊണ്ട്, ഞാൻ ഇന്നലെ അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞത് അദ്ദേഹം പണമായതുകൊണ്ട് മാത്രമല്ല, മനസ്സിന്റെ ഉടമ ആയതുകൊണ്ടാണ്. എല്ലാവരും അങ്ങനെ തന്നെയാണ്. ഇവിടെ ചെർക്കളയിൽ ഇവിടെ പ്രസംഗിക്കുന്ന സമയം ചെർക്കള അബ്ദുള്ള സാഹിബ് നമുക്ക് ഒരിക്കലും വിസ്മരിക്കാൻ കഴിയില്ല. അദ്ദേഹം സേവനം ചെയ്ത് അദ്ദേഹത്തിന് അധികാരം വെച്ചുകൊണ്ടായിരുന്നു. ഒരാൾ വന്ന് അദ്ദേഹത്തോട് പറയുന്നത്, എനിക്ക് BEd സീറ്റ് കിട്ടി, ഞാനെന്ത് വേണം? നിങ്ങൾക്ക് പഠിക്കാൻ പൈസ ഇല്ലാത്തവർ പഠിക്കണ്ട, ഇവരെ സംസാരം അങ്ങനല്ലേ. പക്ഷെ കുറച്ച് കഴിഞ്ഞ ഒരു ഫോൺ എടുത്ത് 2-3 ആളുകൾക്ക് വിളിച്ചു. എന്നിട്ട് പറഞ്ഞാൽ അതെല്ലാം റെഡി ആയിരുന്നു, പോയി പഠിച്ചു. ഇന്ന് അദ്ദേഹം ഡോക്ടറേറ്റ് നേടി വലിയൊരു യൂണിവേഴ്സിറ്റിയിൽ പ്രൊഫസറായി നിൽക്കുകയാണ്. തൊട്ടടുത്ത സ്ഥലത്ത് ഒവലിലാണ് ആ സഹോദരന്റെ സ്ഥലം. അപ്പോൾ പല രൂപത്തിലും ഇതുപോലെ പല സഹായങ്ങളും നടത്താം. മനുഷ്യരുടെ തമ്മിൽ പരസ്പരം ബാധ്യതകൾ നിർവഹിക്കാനാണ് ഓരോ ആളും ശ്രമിക്കേണ്ടത്. നമ്മുടെ ഇടയിലുള്ള ബാധ്യതകൾ എന്തൊക്കെയാണ്? അത് ആദ്യം തിരിച്ചറിയണം. 6 ബാധ്യതകളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മോട് പറയുന്നത്. ഹഖ്ഖുൽ മുസ്ലിമി അലൽ മുസ്ലിം സിത്തുൻ. മുസ്ലിം തമ്മിലുള്ള ബാധ്യതകൾ 6 കടമകൾ. 1, ഇദാ ലഖീതുഹു ഫസല്ലിം അലൈഹി. കണ്ടാൽ സലാം പറയുക. സലാമാണ് ഒരു മുസ്ലിമിന് മറ്റു മതത്തിന് ഏറ്റവും വ്യതിരിക്തമായി അവതരിപ്പിക്കപ്പെടുന്ന ഒരു ഹേതുണ്ടെങ്കിൽ അത് സലാമാണ്. ഞാൻ ഒരാളെ കാണാം, ഞാനിപ്പോൾ ഷാഫിച്ചാനെ കാണാം. ഷാഫിച്ച അസ്സലാമു അലൈക്കും. ഞാൻ നമുക്കോട് പറഞ്ഞത്, ഷാഫിച്ച നിങ്ങൾക്ക് അല്ലാഹുവിന്റെ രക്ഷ ഉണ്ടാവട്ടെ. അപ്പൊ ഹാജിക്കാനോട് തിരിച്ചു പറയുന്നു, എനിക്ക് മാത്രം ഉസ്താദെ, നിങ്ങൾക്കുണ്ടാവട്ടെ. വഅലൈക്കും സലാം. എത്ര നല്ല അഭിവാദ്യ രീതിയാണ് ലോകത്ത് അല്ലാഹുവിന്റെ ദീൻ പഠിപ്പിക്കുന്നത്. നബിത്തമ്മളുടെ ഒരാൾ പറഞ്ഞില്ലേ, റസൂലേ ഞാൻ ഒരു ചൊടിയാണ്, എനിക്ക് നേരാവണം, ഞാൻ എന്താ ചോദിച്ചു? സലാം പറയും. സലാം പറഞ്ഞു. വീണ്ടും റസൂൽ മടക്കുന്നില്ല. ഇനി പോയിട്ട് പറ, ഇനി ശരിയാവും. വീണ്ടും പറഞ്ഞു, പക്ഷെ മടക്കുന്നില്ല. അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇനി ഒരു മടക്കുന്നില്ല എങ്കിൽ നീ ആ കുറ്റത്തിൽ നിന്ന് ഒഴിവായി ഓൻ ആ കുറ്റത്തിൽ തുടരുകയും ചെയ്തു. ഏത് പിണക്കമുള്ള ആളുടെയും പിണക്കം ശരിയാക്കാൻ, പിണക്കം പല ജാതിയുണ്ട്, പിണക്കം ചെറിയ പിണക്കങ്ങളൊക്കെ ശരിയാക്കാൻ അവർ പരസ്പരം നേരാവണമെന്ന് ആഗ്രഹിക്കുന്നവർ പരസ്പരം സലാം കൊണ്ട് തുടങ്ങണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ ഹബീബ് തന്നെ സലാമിനെ പരിചയപ്പെടുത്തുകയാണ്. ലാ തദ്ഖുലുൽ ജന്നത. ഒരിക്കലും തങ്ങൾ സ്വഹാബാക്കളോട് പറഞ്ഞു, ലാ തദ്ഖുലുൽ ജന്നത ഹത്താ തുഅ്മിനു. നിങ്ങൾ വിശ്വാസിയാകുന്നവരെ നിങ്ങൾ സ്വർഗ്ഗത്തിൽ കടക്കുകയില്ല. അപ്പൊ സ്വഹാബാക്കൾ ഒന്നും കൂടി ഇത് നോക്കി എന്താണ് പറയുന്നത്? ശരിയാണ്. വലാ തുഅ്മിനു ഹത്താ തഹാബു. നിങ്ങൾ പരസ്പരം ഇഷ്ടപ്പെടുന്നത് വരെ നിങ്ങൾ മുഅ്മിനുമാവുകയില്ല. എന്നിട്ട് പരസ്പരം സ്നേഹിതന്മാരാകുന്നവരെ മുഅ്മിനുമാവുകയില്ല. എന്നിട്ട് നിങ്ങൾ പറഞ്ഞു, അവലാ അദുല്ലുക്കും അലാ ശൈഇൻ. ഞാനൊരു കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? ഇദാ ഫഅൽതുമു. അത് ചെയ്താൽ തഹാബും, നിങ്ങളുടെ ഇടയിൽ സ്നേഹം വർദ്ധിക്കും. ഏതാണ് ആ കാര്യം? അഫ്ശുസ് സലാമ ബൈനക്കും. നിങ്ങളുടെ ഇടയിൽ സലാമിനെ വ്യാപിപ്പിക്കുക. നബി തങ്ങൾക്ക് നേരിട്ട് പറഞ്ഞാൽ മതിയായിരുന്നു. എന്ത്? സ്വർഗത്തിലേക്ക് എത്തുന്ന മുഅ്മിനാവുന്നതിന് ഏറ്റവും വലിയ അടയാളത്തിൽപ്പെട്ടതാണ് സലാമിനെ വ്യാപിപ്പിക്കുക എന്നുള്ളത്. പക്ഷെ നബി എന്താക്കി? അതൊരു ജിജ്ഞാസ ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ച് ആദ്യം പറഞ്ഞു, മുഅ്മിനാകുന്നവരെ ആരും സ്വർഗത്തിലേക്ക് കടക്കൂല, പരസ്പരം ഇഷ്ടപ്പെടുന്നവരെ ആരും മുഅ്മിനുമാവുകയില്ല. എന്നിട്ട് പറയാം, ഞാനൊരു കാര്യം പറഞ്ഞുതരാം, അത് നിങ്ങൾ പ്രാവർത്തികമാക്കിയാൽ നിങ്ങൾ തമ്മിൽ ഭയങ്കര സ്നേഹം ഉണ്ടാവും. പിന്നെയോ, അത് ഏതാണ് കാര്യം? സലാമയിലേക്കും, നിങ്ങളുടെ ഇടയിൽ സലാമിനെ വ്യാപിപ്പിക്കാനതാണ്. ഒന്നാമത്തെ കാര്യം സലാമാണ്. രണ്ടാമത്തത് ഇദാ ദഅാക ഫഅജിബുഹു. ചോദിച്ചാൽ ഉത്തരം നൽകുക. ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിന്റെ കടമയാണ്. അറിയുന്നത് പറഞ്ഞു കൊടുക്കണം. അത് വിവരമായാൽ വേറേത് കാര്യമായാൽ അറിയുന്നത് പറഞ്ഞു കൊടുക്കുക. അത് വലിയ ബാധ്യതയിൽപ്പെട്ട കാര്യമാണ്. ഒരാൾ ദ്വാരക്കണമെന്ന് പറഞ്ഞു, അപ്പോ എന്തെങ്കിലും ദ്വാരക്കണം, അതൊരു കടമയാണ്. നമുക്കെല്ലാം പലപ്പോഴും തെറ്റുന്ന ചെറിയൊരു വാഗ്ദത്തം നിർവഹിക്കുന്നത് നമ്മൾ അല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, മുസ്ലിം എന്ന് പറഞ്ഞാൽ വാഗ്ദത്തം നിർവഹിക്കുന്നവരാണ്. നമ്മൾ പറയും, ഞാൻ 3 വിഷയം ദ്വാരക്കണം, നമ്മൾ എന്തെങ്കിലും ദ്വാരക്കണം, എന്താണ് കടമ എന്നുള്ളത്. അല്ലാഹു നമ്മളെപ്പോഴും ചെയ്യണമായിരുന്നു. എന്ത് പറയും? ദ്വാരക്കാൻ പറഞ്ഞാൽ അല്ലാഹു ഖൈറാകട്ടെ, അല്ലാഹു ഖൈറാ, ആ ഒരു വാക്കാണ് പറയണം. നമ്മൾ ദ്വാരത്തിൽ കൊടുത്തു ഖൈറാവുക എന്നുള്ളതല്ല. അത് ഒരു മനുഷ്യന് സംഭവിക്കാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും നല്ല കാര്യം ഖൈർ എന്നുള്ളത്. ഇതാണ് ഏറ്റവും നല്ല മാർഗം.
അതല്ലെങ്കിൽ ഇൻഷാ അല്ലാഹ് വന്നിട്ട് പോകും. പിന്നെ ദ്വാരക്കലുണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. അപ്പൊ എന്താ ഒരു മുസ്ലിം പറഞ്ഞ ഒരു വാഗ്ദത്തം ചെയ്ത കാര്യം നിർവഹിക്കാൻ പറ്റാത്തത് പോലെയാണ്. അപ്പൊ എപ്പോഴും ദ്വാരക്കൽ പറഞ്ഞാൽ അപ്പൊ തന്നെ അല്ലാഹു ഖൈറാകട്ടെ. നമ്മള് സമസ്തയുടെ പ്രസിഡന്റ് മഹാനായിരിക്കുന്ന കണ്ണിയത്ത് അഹ്മദ് മുസ്ലിയാരെ കുറിച്ച് എപ്പോഴും പറയാറുണ്ട്, ജീവിതത്തിൽ ഒരു കറാഹത്ത് പോലും ചെയ്യാത്ത മനുഷ്യര്, ജീവിതത്തിൽ കറാഹത്ത് പോലും ചെയ്യാത്ത മനുഷ്യര്, ഒരു കളവ് പോലും പറയാതെ വെറുതെ അല്ല. അതങ്ങനെ തന്നെയാണ്. എന്നെ നന്ദി ദാറുസ്സലാം അറബിക് കോളേജിൽ ഹിഫ്ദ് പഠിപ്പിച്ച, അതായത് ഖുർആൻ ഹിഫ്ദ് പഠിപ്പിച്ച ഒരു KH കോട്ടപ്പുഴ എന്ന് പറയുന്ന ഒരു ഉസ്താദ്, അദ്ദേഹം ഹിഫ്ദെല്ലാം ട്രെയിനിങ് പഠിപ്പിച്ച അദ്ദേഹം ഒരു സംഭവം പറഞ്ഞു. ഒരു സുഖമില്ലാതെ വാഴക്കാടിന് വീട്ടിൽ നിൽക്കുമ്പോൾ ബഹുമാനപ്പെട്ട ഉസ്താദും കുറച്ച് കൂട്ടരും വാഴക്കാട് ടൗണിൽ നിന്ന് 1.5 കിലോ നേന്ത്രപ്പഴം വാങ്ങി അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് കാണാൻ വേണ്ടിയിട്ട് പോയി. മുമ്പർക്ക് സ്വഭാവം എന്ത് കൊടുത്താലും ഇത് എഴുന്ന് കിട്ടിയെന്ന് ചോദിക്കും. നമ്മളെ പോലെ ഇങ്ങനെ അപ്ലിക്കേഷൻ എടുക്കുക, എഴുന്ന് കിട്ടിയാൽ നിങ്ങളെ പണി എന്ത്, എത്ര ശമ്പളം, ഇത് എഴുതാൻ കിട്ടിയത്, അതിൽ പൂർണ്ണമായും ഹലാലാണെങ്കിൽ മാത്രമേ ഇവരെ സ്വീകരിക്കുള്ളൂ. അപ്പൊ അതൊക്കെ ചോദിച്ചു എന്തിനാ ചോദിച്ചു, ഒന്ന് ദ്വാരക്കാൻ ഫാത്തിയെ കുറിച്ച് ദ്വാരത്തോ ചായനെ കുറിച്ച് പോകുന്നത് ദ്വാരക്കുള്ളതാണ്. അൽഫാത്തിയ അപ്പുറത്തൊക്കെ ആദ്യം അൽഫാത്തിയെ വിളിച്ചു ദ്വാരന്നു. മൂന്നാമത് ലാസ്റ്റ് പോകുമ്പോൾ സ്വാഭാവികം പറയണ്ട ഉസ്താദിനെ പോകുന്നത് ദ്വാരക്കണം, അൽഫാത്തിയ. വീണ്ടും എന്തായി അൽഫാത്തിയ വിളിച്ചു ഉസ്താദ്. പിന്നെ ദ്വാരത്തിന് പോകുന്നതേ പറഞ്ഞിട്ടോ എന്ന് പറഞ്ഞിട്ടാ ദ്വാരക്കണമെന്ന് പറഞ്ഞിട്ടാ കൊണ്ട് ദ്വാരക്കട്ടെ. അങ്ങനെയാണ് ഒരു മനുഷ്യൻ, ഒരാള് എന്തെങ്കിലും പറഞ്ഞാൽ അത് ചെയ്യുന്ന കൂട്ടത്തിലുള്ള ആളാണ്. അത്രയും സൂക്ഷ്മതയോട് ജീവിച്ച ആളാണ്. ഒരു രാഷ്ട്രീയ നേതാവിന്റെ പുസ്തകത്തിൽ ഞാൻ വായിച്ച അദ്ദേഹം പറയാണ്, മഹാനായിരിക്കുന്ന കണ്ണിയത്ത് ഉസ്താദിനടുക്കലേക്ക് ആദ്യം ഒരാൾ പോയി, ഒരു തെരഞ്ഞെടുപ്പിന്റെ സ്ഥാനാർത്ഥി പോയി. ഉസ്താദെ എനിക്ക് ദ്വാരക്കണം, അദ്ദേഹം ദ്വാരക്കണം. ഉസ്താദിക്ക് വോട്ടുണ്ടോ എന്ന് പറഞ്ഞു. അപ്പൊ നീ എന്തെല്ലാം ചെയ്യും നാട്ടിലേക്ക്? അതെല്ലാം ചെയ്യും. അങ്ങനെ പറഞ്ഞു അതെല്ലാം ചെയ്യും, ഉറപ്പാണ് അപേക്ഷ വോട്ടുണ്ടെന്ന് പറഞ്ഞു. പിന്നെ 2 ദിവസത്തിന് വേറൊരാൾ പോയി. കാരണം എല്ലായിടത്തും രാഷ്ട്രീയക്കാരെല്ലായിടത്തും പോകല്ലോ. അപ്പൊ പറഞ്ഞ് ആ സ്ഥാനാർത്ഥി വരുന്ന വോട്ടുണ്ടോ പറഞ്ഞു. വോട്ടിടാൻ കയറാം, ഞാൻ ഓൾറെഡി ഒരാളോട് പറഞ്ഞിട്ടായി. ഒരാളോട് നമ്മളാണെങ്കിൽ BJP അത് പണ്ട് അതിന്റെ ഉപ്പുള്ള കാലത്ത് നിങ്ങൾക്ക് എന്തെല്ലാം എടുത്തത്. അതുപോലും ഒരു എന്താ പറയാ സാധാരണ പറയുന്ന ഒരു അവാസ്തവമായ കാര്യം പോലും മുമ്പിൽ പറയില്ല. നമ്മുടെ വാട്സപ്പിൽ എടുത്ത സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. നമ്മള് വാട്സപ്പിൽ ആരെങ്കിലും മരിച്ചത് കേട്ട ഇന്നായില്ലേ എന്ന് പറയുന്നത് സുന്നത്താണ്, ഖുർആൻ പറഞ്ഞതാണ്. അത് വലിയ കൂലിയുള്ള കാര്യമാണ്. ഈ വാട്സപ്പിൽ പറയുന്ന സ്റ്റിക്കറുള്ള കൂലി ഇട്ടാൽ ഒന്നിക്കലും നമ്മൾ എഴുതണം എന്നാലും, അല്ലെങ്കിൽ വായ കൊണ്ട് പറയാം. സ്റ്റിക്കർ ഇട്ടോ, പക്ഷെ വായ കൊണ്ട് പറഞ്ഞാൽ മാത്രമേ ആ കൂലി കിട്ടൂ. സലാം പറയൽ സുന്നത്താണെങ്കിലും മടക്കൽ നിർബന്ധമാണ്. ഈ നിർബന്ധം, ഈ ഒരു വലിയൊരു കൂലി നമുക്ക് കിട്ടണമെങ്കിൽ വായ കൊണ്ട് പറയണം. അവിടെ എഴുതുമ്പോ തന്നെ വഅലൈക്കും സലാം എന്ന് പറയണം. ഇതിങ്ങനെ സ്റ്റിക്കർ. ഞാനിങ്ങനെ കഴിഞ്ഞ റമദാനിൽ ഒരു ക്ലാസ് എടുക്കണം, ഇങ്ങനെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ ക്ലാസ് എടുക്കണം. കുറേ അംഗങ്ങളുണ്ട്, ഭയങ്കര ക്ലാസ് എല്ലാവരും കേൾക്കുന്നതിലോ ഞാൻ ആയിക്കോട്ടെ. അങ്ങനെ ഞാൻ സലാമല്ല പറഞ്ഞ് ബിസ്മില്ലാഹിർ റഹ്മാനിർ ആദ്യം തുടക്കം മുഖദ്ദിമ ഉണ്ടാവല്ലോ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ, ആ ഒരു വോയിസ് അവസാനിപ്പിച്ചു വന്നേക്കാം. അപ്പൊ ആരോ താഴെ ആമീന്റെ സ്റ്റിക്കർ, പിന്നെ 10-30 ആമീൻ. ഞാൻ ദ്വാരത്തിട്ടേയില്ല, ആരൊരാമീൻ. പിന്നെ ബാക്കിൽ താഴെ 10-30 പടപടപടാന്നു. എല്ലാവരും അത് തന്നെ, ആരും വായിക്കലുണ്ടാവില്ല. വാട്സപ്പിൽ അതിനെല്ലാം കിട്ടിയ പോലെ ഷെയർ ചെയ്യുന്ന കാലാണ്. ആദ്യം ഞാൻ ഷെയർ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. അപ്പൊ അങ്ങനെയാണ് പറയുന്നത്. അതായത് അത് നമ്മള് ഈ സ്റ്റിക്കറുടെ അല്ല, നമ്മൾ വായ കൊണ്ട് പറഞ്ഞാൽ ആ കൂലി കിട്ടും. അല്ലെങ്കിൽ എഴുതണം, എന്ത് പണ്ടേ ഉണ്ടല്ലോ, ഒരിക്കലും എഴുതണം. കോപ്പിയാക്കി ഇങ്ങനെ കൂലി കിട്ടാല. ഇത് പണ്ഡിതന്മാർ പറഞ്ഞേക്കാണ് ഈ കാലഘട്ടത്തില് മറ്റേ ഖിയാസാക്കിക്കൊണ്ടുള്ള മസ്അല പറഞ്ഞതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. രണ്ടാമത്തെ കാര്യമാണ് ചോദിച്ചാൽ ഉത്തരം നൽകുക. ആരെങ്കിലും ആവശ്യപ്പെട്ടാൽ എന്തെങ്കിലും ആവശ്യപ്പെടാൻ കാര്യങ്ങൾ നൽകുക. മൂന്നാമത് അതായത് സതുപദേശം തേടിയാൽ അല്ല, ഇത് ക്ഷണിച്ചാൽ ക്ഷണം സ്വീകരിക്കുക, സതുപദേശം തേടിയാൽ ഉപദേശം നൽകുക. ക്ഷണിച്ചാൽ ക്ഷണം സ്വീകരിക്കുക. എന്തെങ്കിലും ഒരു കാര്യത്തിലേക്ക് ക്ഷണിച്ചാൽ ആ ക്ഷണം സ്വീകരിക്കുക. ഉപദേശം തേടിയാൽ ഉപദേശം കൊടുക്കുക. എന്തുകൊണ്ട് നല്ലത് പറയാം. ഇതൊക്കെ പരസ്പരം മുസ്ലിമിന്റെ ബാധ്യതയാണ്. ക്ഷണിച്ചാൽ ക്ഷണം സ്വീകരിക്കുക. കല്യാണത്തിന് ക്ഷണിച്ചൊന്ന് പോവുക, അതിനടുത്ത് തിന്നാൻ താല്പര്യമില്ലെങ്കിലും ഒന്ന് പോവുക. അതൊരു ബാധ്യതയാണ്. അത് നമ്മുടെ തമ്മിലൊരു ബാധ്യതയാണ്. ക്ഷണിച്ചാൽ ക്ഷണം സ്വീകരിക്കുക.
പിന്നെയോ ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിന്റെ ബാധ്യതയിൽപ്പെട്ടതാണ്. ഒരാൾ തുമ്മിയാൽ അൽഹംദുലില്ലാ പറഞ്ഞു. അതെന്ത് പറയണം? ബാധ്യതയാണ്. ചെയ്തിട്ട് നമ്മൾ തമ്മിൽ പരസ്പരം തെറ്റി. അത് കേട്ടാല് വീണ്ടും ചെല്ലിയെന്ന് പറയണം. എന്ത് പറയണം? എന്റെ റഹ്മത്തിന്റെ കാര്യം പെട്ടെന്ന് പറയാം. അഞ്ചാമത്തെ കാര്യമാണ് രോഗിയാൽ മരിച്ചാൽ ജനാസയെ അനുഗമിക്കുക. ഒരു നാട്ടിൽ നമ്മളെ പൊടിപ്പള്ളത്ത് ഒരാൾ മരണപ്പെട്ടാൽ ഈ പൊടിപ്പള്ളത്തെ മഹല്ലത്തിൽ എല്ലാ പ്രായപൂർത്തിയായാലും ആ വീട്ടിലേക്ക് എത്തിച്ചേരാം. അത് വലിയ സുന്നത്തായ കാര്യമാണ്. അതിന്റെ പ്രതിഫലം ഇപ്പൊ പറഞ്ഞ തീരൂല. സുബിയോ അടുത്ത നാളത്തെ സുബിയെ പറയാനുണ്ട്. അത് വേറെ ദിവസം പറയാം. അമ്മാതിരി കൂലിയാണ് മരണപ്പെട്ട. പറ്റുമെങ്കിൽ ആ ജനാസയെ കൂടെ തന്നെ പോകണം. ഖബറിലേക്ക് വെക്കുമ്പോൾ കൂടെ നിൽക്കണം. മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖ്റാ. 3 പിടി മണ്ണ് വാരിയിട്ട് തിരിച്ചു വരണം. ഇതൊരു മുസ്ലിമിന്റെ ബാധ്യതയിൽപ്പെട്ടതാണ്. ആറാമത്തെ കാര്യമാണ് രോഗിയായ രോഗിയായാൽ ആ രോഗിയെ സന്ദർശിക്കുക. നമ്മുടെ നാട്ടിൽ നമ്മുടെ കുടുംബത്തിൽ രോഗി എന്ന് പറഞ്ഞാൽ ആ രോഗിക്ക് ഹൈറാണെങ്കിൽ, അവിടെ അങ്ങനെ ഒരു ക്ലോസ് ഉണ്ട് കേട്ടോ, ആ രോഗിക്ക് ഹൈറാണെങ്കിൽ സന്ദർശിക്കുക എന്നുള്ളത്. ചില ഉണ്ടാവും ഭയങ്കര ഡോക്ടറെല്ലാം പറയും മിണ്ടണ്ട, സംസാരിക്കണ്ട. ഈ ഹാർട്ട് പേഷ്യന്റ് ഒക്കെ വീട്ടിലേക്ക് വന്നാൽ ഡോക്ടർ ഭയങ്കര കണിശമായിട്ട് പറയും ആരും വിസിറ്റേഴ്സ് അനുവദിക്കരുത്, സംസാരിക്കരുത്. ചില ആൾ വന്നിട്ട് തുടങ്ങുന്നുണ്ട് പോവേയില്ല. അത് രോഗിയുടെ അവസ്ഥ മനസ്സിലാകും. വരാം അല്ലെങ്കിൽ ദ്വാരത്തിട്ട് പോവാം. കുറെ സമയം നിൽക്കരുതുന്നുണ്ട്, കുറെ സമയം നിൽക്കരുത്. അവന് ആശ്വാസ വാക്കുകൾ പറയണം. അവനെ വിഷമിപ്പിക്കുന്ന വാക്കുകൾ ഉണ്ടാവരുത്. ഇനി അവന് വരാതിരിക്കലാണ് ഹൈറെങ്കിൽ അവര് വരാൻ തന്നെ ആ രോഗിക്ക് വേണ്ടി ദുആ ചെയ്യണം. ഈ 6 കാര്യങ്ങളാണ് പരസ്പരം അള്ളാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുസ്ലിമും തമ്മിലുള്ള ബാധ്യത എന്ന് പറഞ്ഞത്. അതായത് സലാം പറയുക, ഇത് ക്ഷണം സ്വീകരിക്കുക, അതുപോലെ തന്നെ സതുപദേശം തേടിയാൽ ഉപദേശം നൽകുക, തുമ്മിയാൽ അൽഹംദുലില്ലാ പറയുക, അൽഹംദുലില്ലാ പറഞ്ഞാൽ യർഹമുല്ലാഹ് പറയുക, അതുപോലെ തന്നെ രോഗിയായാൽ സന്ദർശിക്കുക, മരണപ്പെട്ടാൽ പിന്തുടരുക. ഈ ഒരു 6 കാര്യങ്ങൾ മുസ്ലിമിന്റെ ബന്ധം ഊട്ടിയുറപ്പിക്കാൻ ഹബീബായ നബി തങ്ങൾ പറഞ്ഞ പരസ്പര കടപ്പാടുകളാണ്. ഈ കടപ്പാടുകൾ നിർവഹിക്കാൻ ഓരോ മുസ്ലിമും നമ്മൾ പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ. വളരെ കുറച്ച് സമയമാണ് നമ്മുടെ മുന്നിലുള്ളത്. വളരെ കുറച്ച് സമയങ്ങളാണ് ഈ മുന്നിലുള്ളത്. ഈ നിമിഷങ്ങൾ നമ്മൾ പാഴാക്കരുത്. ഓരോ നിമിഷം വിലപ്പെട്ടതാണ്. ആദ്യമായി എന്നോട് നിങ്ങളോട് ഞാൻ ഉപദേശിക്കുകയാണ്. ഈ നിമിഷങ്ങളിൽ എന്തെങ്കിലും ഒരു നന്മ നമ്മൾ ഉണ്ടാകും. വെറുതെ ഇരിക്കുമ്പോൾ വെറുതെ എങ്കിലും അള്ളാഹുവിന്റെ അധികം ചൊല്ലിക്കൊണ്ടേക്കണം, അല്ലെങ്കിൽ അധികം ചൊല്ലിക്കൊണ്ടേ വെറുതെ. കാരണം സമയം കളയാനില്ല. വെറുതെ ഇരിക്കുന്ന മറ്റുള്ള സംസാരിക്കാതെ വെറുതെ ഇരിക്കുന്ന സമയത്ത് പോലും നമ്മളിങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുക. തസ്ബീഹ് വേണ്ട, വെറുതെ ചൊല്ലിക്കൊണ്ടിരിക്കുക. കൂലി ഇങ്ങനെ കരസ്ഥമാക്കുക. ഇപ്പൊ ഇങ്ങനെ ഒരു 2 ദിവസം കഴിയുമ്പോൾ വീണ്ടും പോകും. അതിന് 5 ദിവസമേ ഉള്ളൂ. അത് എത്ര പെട്ടെന്ന് പോകുന്ന അറിയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല റമദാനിലെ നമ്മൾ ചെയ്ത അമലുകളൊക്കെ അല്ലാഹു സ്വീകരിക്കട്ടെ. അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അല്ലാഹുമ്മ ഇന്നി അസ്അലുക അൽ ജന്ന വ അഊദു ബിക മിനൻ നാർ.